കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എഫെസ്യരുടെ പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ദീർഘക്ഷമയോടുകൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ എന്ന് കാണുന്നു. ഇവിടെ ദീർഘക്ഷമയെക്കുറിച്ച് പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, ദീർഘക്ഷമ എന്ന് പറയുമ്പോൾ നാം എല്ലാത്തിലും നല്ല ഒരു ക്ഷമ കാണിക്കുന്നതാണ്. ഇന്ന് നാം കുടുംബങ്ങളിലും അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതങ്ങളിലും സമൂഹത്തിലായാലും കോളേജ് ജോലി സ്ഥലങ്ങളിൽ എവിടെ ആയാലും ഒരു ക്ഷമ എന്നുള്ള ഒരു വാക്കില്ലാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു കയറുന്നത്. കാര്യമെന്നു പറഞ്ഞാൽ ഒരു വാക്കിന് ഒരു വാക്ക് താഴുകയില്ല. ഒരു വാക്ക് ഒരാൾ പറഞ്ഞാൽ ക്ഷമിക്കുവാൻ കൂട്ടാക്കുകയുമില്ല. കയറി കയർത്ത് അടിവയ്ക്കുവാൻ നിൽക്കും. അവിടെ സമാധാനപ്പെടുന്നത്, അവിടെ നഷ്ടപ്പെടുന്നത് ആത്മാവിൻ്റെ ഐക്യതയും ഒരു സമാധാനവുമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. പ്രിയ ദൈവമക്കളെ, ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ സഭയ്ക്ക് എഴുതുമ്പോൾ അവൾ പറയുകയാണ്, നിങ്ങൾ ദീർഘക്ഷമയോടുകൂടെ ഒരുവരോട് ഒരുവർ ക്ഷമിക്കുകയും ആത്മാവിൻ്റെ ഒരു ഐക്യതയെ നിങ്ങൾ നിലനിർത്തുകയും വേണമെന്ന് പറയുന്നു. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, കർത്താവ് ഒരിക്കൽ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളൊരു ദിവസം തൻ്റെ സഹാനോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന് ചോദിച്ച ശിഷ്യനോട് നിങ്ങൾ ഒരു ദിവസം 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും ക്ഷമിക്കുന്നവരാണ്. പക്ഷെ പലപ്പോഴും ക്ഷമിച്ച് നമ്മൾ ചിലപ്പോൾ മാസങ്ങൾ വർഷങ്ങൾ നാം ഒരു കാര്യത്തിലും മിണ്ടാതെ ഇരുന്നിട്ട് എന്തെങ്കിലും കൊണ്ടുവച്ച് നമുക്ക് ഒരു ദേഷ്യം വരാറുണ്ട്. പ്രിയ ദൈവമക്കളെ, അതും പോരാ എന്നാണ് ദൈവം പറയുന്നത്. കർത്താവ് നമുക്ക് ദീർഘക്ഷമ നമുക്ക് തരുവാനും അതൊരു ആത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ ആ ഒരു ദീർഘക്ഷമ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ കുടുംബങ്ങളിലോ അല്ലെങ്കിൽ സമൂഹത്തിലോ ചർച്ചിലോ എവിടെയായാലും ഒരു ക്ഷമ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവിടെ പ്രശ്നങ്ങൾ ഒരുപാട് ഒഴിവാക്കാം. കർത്താവ് നമുക്ക് ദീർഘക്ഷമ തന്ന് തൻ്റെ ആത്മാവിനാൽ വഴി നടത്തുകയും ആത്മാവിൻ്റെ ഐക്യത്തെ നാം നിലനിർത്തുവാനും കുടുംബങ്ങളിലും സമൂഹത്തിലും സഭയിലും സമാധാനം നിലനിർത്തുവാനും നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, പലപ്പോഴും കർത്താവെ ഞങ്ങളിൽ നിന്ന് ക്ഷമ നഷ്ടപ്പെടുമ്പോൾ ഞങ്ങളെയും അറിയാതെ ഞങ്ങൾ ദേഷ്യപ്പെടുന്നത് കർത്താവ്, അല്ലെങ്കിൽ എന്തെങ്കിലും വായിൽ തോന്നിയതുപോലെ പറയുന്നത്, അല്ലെങ്കിൽ അടിക്കുന്നത്, അല്ലെങ്കിൽ വഴക്ക് പറയുന്നത്, ഇങ്ങനെ പല പ്രശ്നങ്ങൾ നമ്മുടെ മാറി പലരുടെ ജീവിതങ്ങളും വരാറുണ്ടല്ലോ. അപ്പം ദൈവമേ, അങ്ങ് ക്രൂശ് മരണത്തോളം ക്ഷമിച്ചതുപോലെ ദൈവമേ ഞങ്ങളുടെ മരണത്തോളം ക്ഷമിക്കുവാനും അങ്ങയുടെ കാലടിപ്പാടുകളെ പിൻപറ്റിക്കൊണ്ട് അങ്ങയുടെ രാജ്യത്തിൽ വരുവാൻ ഞങ്ങൾ കൃപ ചെയ്യണമേ. ഞങ്ങളുടെ ഇടയിൽ ആത്മാവിൻ്റെ ഐക്യത നഷ്ടപ്പെടാതെ സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുവാൻ അങ്ങയുടെ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.